അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അപൂർവമായ ശൈത്യ കൊടുങ്കാറ്റിനെയാണ് നേരിടാൻ പോകുന്നത്. ഇതിനകം തന്നെ ലൂസിയാന, ജോർജിയ, മിസിസിപ്പി, അലബാമ, ഫ്ലോറിഡ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നൂറ്റാണ്ടിലെ റെക്കോർഡുകൾ ഭേദിക്കുന്ന മഞ്ഞുവീഴ്ചയാകും ഗൾഫ് തീരങ്ങളിൽ രേഖപ്പെടുത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ 229 മില്യൺ ജനത അതിശൈത്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഗൾഫ് തീരത്തെ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ശൈത്യ കൊടുങ്കാറ്റ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തെക്കൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ശൈത്യ കൊടുങ്കാറ്റ് നൂറ്റാണ്ടിലെ റെക്കോർഡുകൾ ഭേദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലൂസിയാന, ജോർജിയ, മിസിസിപ്പി, അലബാമ, ഫ്ലോറിഡ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഇതിനകം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെക്കൻ സംസ്ഥാനങ്ങളിൽ വരും മണിക്കൂറുകളിൽ മഞ്ഞുവീഴ്ച ശക്തമാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നു. ഹൂസ്റ്റണിലും ന്യൂ ഓർലിയൻസിലും മഞ്ഞുവീഴ്ച ശക്തമാകും. തെക്കൻ ടെക്സസിലും ലൂസിയാനയിലും റെക്കോർഡ് മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യും. ലൂസിയാനയിൽ മഞ്ഞുവീഴ്ചയുമായി ബന്ധപ്പെട്ട് ഇതിനകം 50 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ടെക്സസിൽ മഞ്ഞുവീഴ്ചയെ തുടർന്നുണ്ടായ അപകടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹൂസ്റ്റണിൽ റോഡുകളും ഫ്രീവേസും അടച്ചു. അലബാമയിൽ ബീച്ചുകൾ ഉൾപ്പെടെ മഞ്ഞിൽ മുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ സമയം ആഘോഷിക്കുന്നവരും തെക്കൻ സംസ്ഥാനങ്ങളിലുണ്ട്. വടക്കൻ അമേരിക്കൻ ജനതയെ അപേക്ഷിച്ച് തെക്കൻ ജനതയ്ക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. വരും മണിക്കൂറുകളിൽ ശൈത്യ കൊടുങ്കാറ്റിന്റെ ഗാഢത വർദ്ധിക്കുമെങ്കിലും ഇപ്പോഴവർക്ക് ആഘോഷത്തിന്റെ മണിക്കൂറുകളാണ്. തെക്കൻ സംസ്ഥാനങ്ങളിൽ പതിവില്ലാത്തതാണ് ഈ മഞ്ഞുവീഴ്ച. പ്രായഭേദമില്ലാതെ സ്നോമാനെ നിർമ്മിച്ചും സ്നോബോൾ ഫൈറ്റുമായി ആഘോഷിക്കുകയാണ് തെക്കൻ ജനത. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.